Hi friends, once again welcome to my channel Siyal Creative Media. അപ്പോൾ Siyal Creative Media എന്ന എൻ്റെ ചാനൽ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് ഗം ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ ഗ്ലൂ, അതായത് സൂപ്പർ ഗം, ഫാസ്റ്റ് ഗം എന്നൊക്കെ പറയുന്നുണ്ട്. ഫെവിക്വിക്ക് പോലത്തെ അറാൾഡേറ്റ് പോലത്തെ അത്രക്കും പവർഫുൾ ആയിട്ടുള്ളൊരു ഗമ്മാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗം ഉണ്ടാക്കുന്നത് വെച്ചാൽ കുറേ ഐറ്റംസ് ഒന്നും ആവശ്യമില്ല. തെർമോക്കോൾ അതേപോലെ തന്നെ പെട്രോൾ യൂസ് ചെയ്തിട്ടാണ് ഇന്ന് ഗം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഗൈസ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യം കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. സമയം കഴിഞ്ഞതിന് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ അത് തന്നെ ആദ്യം ഞാനിവിടെ എടുക്കുന്നത് പെട്രോളാണ്. അപ്പോൾ ഇത് ഒറിജിനൽ പെട്രോളാണ്. ഡയറക്റ്റായിട്ട് കുറച്ച് പെട്രോൾ എടുക്കുക. ഇതൊന്നും ആവശ്യമില്ല, ഇതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ചെറിയൊരു ഗ്ലാസ് എടുക്കുക, കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് തന്നെ എടുക്കുക. അതുകൊണ്ടാണ് ഈ പൊട്ടിയ ഒരു ഗ്ലാസ് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഒരു വസ്തുവാണ് ഈ ഒരു തെർമോക്കോളിൻ്റെ പീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള തെർമോക്കോളിൻ്റെ കുറച്ച് അധികം പീസ് തന്നെ കളക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തെർമോക്കോൾ എടുക്കുമ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ വേസ്റ്റ് എടുക്കുന്ന തെർമോക്കോളും മതി. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതായത് ഈ ഒരു ഗ്ലാസ് ആദ്യം ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് വെക്കുക. വെച്ചതിന് ശേഷം അതിലേക്ക് നിങ്ങൾ പെട്രോളൊന്ന് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായി പെട്രോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അതിൻ്റെ ഒരു പകുതി ആവുന്നത്ര പെട്രോൾ ഒഴിച്ചാൽ മതി. ഓക്കെ ഗൈസ്, അതിലേക്ക് പെട്രോൾ ഒഴിച്ച ശേഷം ഈ ഒരു തെർമോക്കോളിൻ്റെ പീസിനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. കാരണം ഇത്തരത്തിലുള്ള ഇത് ഭയങ്കര ഒരു റിയാക്ഷനാണ്. പെട്രോളും അതേപോലെ തന്നെ തെർമോക്കോളും ചേരുമ്പോൾ ഭയങ്കര ഒരു അമേസിങ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. കാരണം ആ ഒരു തെർമോക്കോൾ ആ ഒരു പെട്രോളിൽ മെൽട്ടായി പോകുന്നത് കാണാം. അതായത് ഒരു ആസിഡ്, അതായത് സൾഫ്യൂരിക് ആസിഡിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം എങ്ങനെയാണോ ഇത് അതിലേക്ക് ടച്ച് ആകുമ്പോൾ എന്താണ് റിയാക്ഷൻ ഉണ്ടാകുന്നത്, അതേ റിയാക്ഷനാണ് ഇവിടെ തെർമോക്കോളും പെട്രോളും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു തെർമോക്കോളും മെൽട്ടായിട്ടാണ് ഒരു ഗം രൂപത്തിലേക്ക് വരുന്നത്. നിങ്ങൾക്കിവിടെ വീഡിയോയിൽ കാണുന്നുണ്ടാവും, നല്ല രീതിയിൽ തന്നെ ഇത് മെൽട്ടായി പോകുന്നുണ്ട്. അധികം ഫോഴ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അതിലേക്ക് വെച്ച് കൊടുത്താൽ തന്നെ അത് ഭയങ്കര മെൽട്ടായി പോവുകയാണ് ഈ ഒരു ഗം തെർമോക്കോൾ ആ ഒരു പെട്രോളിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു തെർമോക്കോളും പെട്രോളും ചേർന്നിട്ട് ഈ ഒരു ഗം രൂപത്തിലേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗമ്മിനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണുന്നുണ്ടാവും നല്ലൊരു തിക്കായിട്ടുള്ളൊരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ഗം. അതായത് ഫെവിക്കോളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കടകളിൽ വാങ്ങാൻ കിട്ടുന്ന അത്രയൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഗമ്മിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ ജസ്റ്റ് കഴിഞ്ഞ് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാൻ ഈ ഗമ്മിൽ നിങ്ങൾക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പോകണം. ഇത്തരത്തിലുള്ള 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലേക്ക് ഞാൻ ഗം അപ്ലൈ ചെയ്തിട്ട് ഇതിനെ പരസ്പരം ഒട്ടിക്കാൻ പോവാണ്. ഈ ഒരു ഗമ്മിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗം ഒട്ടാൻ വേണ്ടി കുറേ സമയം എടുക്കുന്നുണ്ട്. പെട്ടെന്നൊന്നും ഒട്ടിപ്പോയില്ല, ഏകദേശം 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ ചെറിയ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ചുകൂടെ ഹാർഡായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളിൽ ഇത് നല്ലൊരു എഫക്റ്റഡ് ആയിട്ട് ഇത് ഒട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു ബോട്ടിൽ തമ്മിൽ ഇതിനെ ഒട്ടിക്കാൻ പോവാണ്. ഓക്കെ, കുറച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം, ഒരു 5-6 മിനിറ്റ്. കേസ് അപ്പോൾ ഞാൻ ഈ ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല ഹാർഡായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വലിച്ചെടുക്കുകയാണ്. നല്ല ഹാർഡായിട്ട് ഒട്ടിയിട്ടുണ്ട് ഈ ഒരു 2 ബോട്ടിൽസ് തമ്മിൽ. ഈ ഒരു ഗമ്മിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗമ്മി ഏത് മെറ്റീരിയലും ഈ ഒരു ഗമ്മിൽ ഒട്ടിക്കാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഗമ്മിനെ ഒട്ടിക്കുമ്പോൾ ചൂടുള്ള സാധനങ്ങളിൽ ഒട്ടിക്കാതിരിക്കുക. കാരണം പെട്രോളിൻ്റെ ഒരു അംശം ഇതിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഗമ്മിന്. അതുകൊണ്ട് തന്നെ ചൂടില്ലെങ്കിൽ അടുപ്പത്തൊക്കെ വെക്കുന്ന പാത്രങ്ങളിൽ ഈ ഒരു ഗം യൂസ് ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്ക് ഭയങ്കര സേഫ്റ്റി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇത് ഒരിക്കലും അതിനെ വേർപ്പെടുത്തിയാലും പിന്നെയും അതിൽ ഗമ്മ് വീണ്ടും ഇത് അവൈലബിൾ ആണ്. പിന്നെ അത് ഒട്ടിക്കാൻ പറ്റും. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഗമ്മാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബാറ്റ് ഉണ്ട്, പൊട്ടിപ്പോയൊരു ബാറ്റാണ്, ഓറാം ബാറ്റാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ബാറ്റ് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റിലേക്ക് ഞാൻ ഈ ഗമ്മൊന്ന് അപ്ലൈ ചെയ്തിട്ട് ട്രൈ ചെയ്യാണ്. ഒരു പക്ഷേ ഈ ഒരു ബാറ്റ് ശരിയല്ല, ഞങ്ങൾക്ക് കളിക്കാമല്ലോ, അതുകൊണ്ടാണ് ഒന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബാറ്റിലേക്ക് ഞാൻ ഈ ഒരു ഗമ്മ് ട്രൈ ചെയ്യാണ്.
അപ്പോൾ ഈ ഇത് ബാറ്റിലേക്ക് ഞാൻ ഗം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്തെടുക്കുക ഈ ഒരു ഗം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കുറച്ച് മോശമായി കാണുന്നുണ്ട്, പക്ഷേ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിലുള്ള ബാക്കിയുള്ള ഭാഗം ഞങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതൊന്നും നോക്കാതെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗമ്മ് തമ്മിൽ അപ്ലൈ ചെയ്ത ശേഷം ഈ ഒരു ബാറ്റിനെ നല്ല രീതിയിൽ ജോയിൻറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് ഞാനൊരു ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കഴിയട്ടെ. ഓക്കെ, ഞാൻ ഈ ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗമ്മ അപ്ലൈ ചെയ്ത ശേഷം ഈ ഒരു ബാറ്റ് തമ്മിൽ ഞാൻ ജോയിൻറ്റ് ചെയ്യാൻ പോവാണ്. ജോയിൻറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 2 ദിവസമല്ല, ഏകദേശം നല്ലൊരു ടൈം ഞാൻ ഇതിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഒട്ടുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഇതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യാം.